നമസ്കാരം പ്രിയപ്പെട്ടവരെ, പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള നവീകരണ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. കുടുംബ കൂട്ടായ്മ ശക്തമാകാൻ ആദ്യം തന്നെ ശക്തമാകേണ്ടത് കുടുംബങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബങ്ങൾക്കുള്ളിലുള്ള കൂട്ടായ്മയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് കുടുംബങ്ങളിൽ കൂട്ടായ്മ വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയാണ് നമ്മൾ പങ്കുവെച്ച് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ വിവാഹങ്ങളെക്കാൾ അധികമായി വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഒരു കണക്ക് ഞാൻ അവതരിപ്പിച്ചിരുന്നു. 2023 ഇന്ത്യയിലൊട്ടാകെ 24,46,000 വിവാഹമോചനങ്ങൾ നടന്നു. അതിൽ തന്നെ കേരളത്തിൽ നടന്നത് 1,96,000. എന്താണ് ഈ കുടുംബങ്ങൾക്ക് ഉള്ളിലുള്ള ശൈഥല്യത്തിന് കാരണം എന്ന ഒരു ചിന്തയിലും ഒരു അന്വേഷണത്തിലുമാണ് നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ പോവുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, കുടുംബം എന്ന് പറയുന്നത് ദൈവസ്ഥാപിതമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ 23-ാം തിരുവചനത്തിൽ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ ഒരു സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നാണ് ആ തിരുവചനം. അപ്പോൾ കുടുംബത്തിൽ ഈ നിലനിൽക്കേണ്ട ഐക്യം എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കുടുംബം എന്നത് ദൈവസ്ഥാപിതമാണ്. അതുകൊണ്ട് തന്നെ ദൈവം സ്ഥാപിച്ചതാണ് കുടുംബമെങ്കിൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ആ കുടുംബത്തിൽ നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകുന്നതിന് കാരണമായിട്ട് തീരുകയാണ്. കാരണം ഇന്ന് കുടുംബങ്ങൾ ഈ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അത് സ്ഥാപിക്കുന്നവന് അതിനെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ടാവും. ആ സ്ഥാപിക്കുന്നവനുള്ളിടത്തോളം കാലം ആ പ്രസ്ഥാനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആ സ്ഥാപിക്കുന്നവനെ മാറ്റി നിർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ അതിന് തകർച്ച ഉണ്ടാകും, ഇടർച്ച ഉണ്ടാകും, അങ്ങനെ പല പല വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ പിതാവ് സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ മക്കൾ നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായും പിതാവിൻ്റെ ഹിതമെന്തെന്നറിഞ്ഞ് അതിനോട് ചേർന്ന് നിന്ന് ആ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്നവർക്കാണ് അതിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക. അപ്പന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ് ഇത് തുടങ്ങിയെങ്കിൽ പോലും, ഒരുപക്ഷെ മക്കൾ വലിയ MBA പോലുള്ള വലിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള പരിചയമൊക്കെ ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും അവന് അപ്പൻ്റെ കാലടികളെ പിൻചെല്ലുമ്പോഴാണ്, അപ്പൻ നടന്നു പോയ വഴിയുടെ പിന്നാലെ നടക്കുമ്പോഴാണ്, അപ്പനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് ഐശ്വര്യമുണ്ടാവുക. അപ്പോൾ ചില പ്രസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അതായത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറിനെ ആദരവോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിവാഹം എന്ന കൂദാശ ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഈ കുടുംബത്തിൽ നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെട്ടു പോകും. ഇന്ന് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത് ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നതാണ്, അതായത് മാർപ്പാപ്പ കുടുംബങ്ങളെക്കുറിച്ചുള്ള സിനഡിന് ആമുഖമായിട്ട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ന് കുടുംബങ്ങൾ ദൈവസാന്നിധ്യത്തിൻ്റെ ജെറൂസലമിൽ നിന്ന് ദൈവ സാന്നിധ്യമില്ലായ്മയുടെ ജെറീക്കോയിലേക്ക് ഈ 2 സംസ്കാരങ്ങളെ ചേർത്ത് വെച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട്, ജെറീക്കോയിലേക്ക് പോവുകയാണ്. ജെറൂസലം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 46-ാം സങ്കീർത്തനം 4-5 തിരുവചനങ്ങളിൽ പറയുന്നത്, ഈ സിയോൻ പർവ്വതം ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്നാണ്. തിരുവചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 46-4-5 തിരുവചനങ്ങളാണ്. ഇങ്ങനെയാണ് പറയുക: ആ ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല.
അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ജെറൂസലം സംസ്കാരം എന്ന് പറയുന്നത് ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്നത് ഈ ജെറൂസലം സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഒരു കുടുംബം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ പുരുഷനും സ്ത്രീയും ദൈവവും ചേരുന്നതാണ് ആ കുടുംബം. അവിടെ നിന്ന് ദൈവത്തെ പടിയിറക്കുമ്പോൾ ഈ കുടുംബം സ്ഥാപിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ ഭിന്നതയായി, അസ്വസ്ഥതയായി, അലങ്കോലമായി. അപ്പോൾ ഇന്ന് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നതിൻ്റെ വളരെ അടിസ്ഥാനമായ ഒരു ചിന്ത എന്ന് ചോദിച്ചാൽ അത് ഈ ദൈവസാന്നിധ്യത്തിൽ നിന്ന് കുടുംബങ്ങൾ അകന്നു പോകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ദൈവസാന്നിധ്യം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഓരോ കുടുംബവും ദൈവം നമുക്ക് തൻ്റെ കൃപയും അനുഗ്രഹവും നൽകുന്ന കൗദാശിക ജീവിതത്തിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിവാഹം തന്നെ കൂദാശയാണ്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപാവരത്തെ മനുഷ്യനെ ദൃശ്യമാക്കി കൊടുക്കുന്ന അടയാളമാണ് കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരം മനുഷ്യന് നൽകിയ ഒരു വലിയ പ്രത്യക്ഷമായ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ കൃപാവരം അവൻ്റെ ജീവിതത്തിൽ നിലനിൽക്കാൻ വീണ്ടും സഭാ സംവിധാനത്തിൽ നമുക്കറിയാം മറ്റു കൂദാശകളിലൂടെയാണ് ഈ കൃപ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഈ കൗദാശിക ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, കുടുംബത്തിലെ പ്രാർത്ഥന, മക്കളും മാതാപിതാക്കളും ഒന്നിച്ചിരുന്ന് ഉള്ള പ്രാർത്ഥന, ദൈവത്തെ നിരന്തരം വിളിച്ച് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു അനുഭവം കുടുംബത്തിൽ നിലനിർത്തുന്ന അവസ്ഥ, അതും കുടുംബങ്ങളുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അത് അന്യമായി പോകുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടുകൂടി ഓർക്കുന്ന കാര്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനകൾ അന്യമായി തീർന്നിരിക്കുന്നു. അവർക്കതിനൊന്നും സമയമില്ല, ജീവിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാണ് ഓടുന്നത്. ഈ ഓട്ടത്തിനിടയിൽ ദൈവത്തെ മറന്നു കളയുകയുമാണ്. ഞാൻ ഇവിടെ വായിച്ചത് ഓർക്കുകയാണ്, ഈ ഒരു കുടുംബവും തകരാത്ത ഒരു പ്രദേശത്തെക്കുറിച്ചാണ്. അതായത് അത് ബോസ്നിയയിൽ സിറോക്കി ബ്രിജഗ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, ഒരു പട്ടണം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. അവിടെ ഏതാണ്ട് ഒരു 30,000-ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ അതെല്ലാം ക്രിസ്ത്യൻ കുടുംബങ്ങൾ, ഒരു കുടുംബം പോലും ഈ ഡൈവോഴ്സിലേക്ക് പോകുന്നില്ല. അതിന് കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അവർ വളരെയേറെ പീഡനങ്ങൾ വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെയും തുർക്കി ഓട്ടോമാൻ ഭരണത്തിൻ്റെയും ഒക്കെ കീഴിൽ ഞെരിഞ്ഞ ഒരു ജനതയാണ്. അതുകൊണ്ട് വിശ്വാസം ഘോരമായ വിധത്തിൽ പരീക്ഷിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു ജനമാണ്. എങ്കിലും അവർ കുടുംബങ്ങളുടെ ഭദ്രത നിലനിർത്തുന്നതിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരു വിവാഹവേദിയിലേക്ക് പോകുമ്പോൾ മണവാട്ടിയുടെ കയ്യിൽ ഒരു കുരിശുണ്ടാവും. ആ കുരിശാണ് ആശീർവദിച്ച് പുരോഹിതന് അവൾക്ക് കൊടുക്കും. ഇതാണ് നിന്റെ കുരിശ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ കുരിശിൻ്റെ മുകളിലേക്ക് ഭർത്താവാകേണ്ടവൻ, അതായത് മണവാളൻ, കൈകൾ വെക്കുന്നു. എന്നിട്ടാണ് ഇതിനെ ചേർത്ത് നിർത്തി ഇവരുടെ ഈ ബന്ധത്തിൻ്റെ നടുവിൽ കർത്താവിനെ പ്രതീക്ഷിച്ച്, ദൈവത്തെ പ്രതീക്ഷിച്ചാണ് പുരോഹിതന് ആ വിവാഹം ആശീർവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുരിശ് അവരുടെ ജീവിതത്തിൻ്റെ വലിയ മാർഗദർശിയാണ് പിന്നീട്. അതുകൊണ്ട് ചെന്ന് അവരുടെ ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രതിഷ്ഠിക്കും. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എല്ലാം അവർ ഈ ക്രൂശിതൻ്റെ ചുവട്ടിലാണ് സമർപ്പിക്കുക. അവർ സ്നേഹത്തിലും ഐക്യത്തിലും അങ്ങനെ പോവുകയാണ്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കരം പിടിച്ചവർ അങ്ങനെ മുന്നോട്ട് പോകും. ഇത് കണ്ടാണ് അവരുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് അവരും ആ വിശ്വാസത്തിൽ ആഴപ്പെട്ടു വരും. അങ്ങനെ ആ പ്രദേശത്തുള്ള ഒരു കുടുംബം പോലും വിവാഹ മോചനം എന്ന ഈ ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവസാന്നിധ്യം കുടുംബത്തിൽ നിലനിന്നാൽ കുടുംബങ്ങൾ നിലനിൽക്കും. ദൈവസാന്നിധ്യം അത് പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും കുടുംബങ്ങൾ, മാതാപിതാക്കളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. മക്കളെ അതിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. എന്തെല്ലാം തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞാലും, ഞാൻ പല രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, വലിയ തിരക്കുകളുണ്ടെങ്കിൽ പോലും ദൈവസാന്നിധ്യം നിർബന്ധമായി നിലനിർത്തുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ഒന്നിച്ച് കുറച്ച് സമയമെങ്കിലും അവർ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവസാന്നിധ്യം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ കുടുംബം തകരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ
1-ാം അധ്യായത്തിന് 3-ാം തിരുവചനം പറയുന്നത്, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാനാണ് ഓരോ കുടുംബങ്ങളെയും ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് അത് ഡൈവോഴ്സിലേക്കും ഭിന്നതകളിലേക്കും ഒക്കെ പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മുൻപുണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ആ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്കും കൗദാശിക ജീവിതത്തിലേക്കും ഒന്ന് തിരിച്ചു നടക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നൽകാനുള്ളത്. നമുക്ക് ഈ കുടുംബങ്ങളെ തകർക്കുന്ന മറ്റ് വിനകളെക്കുറിച്ച് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിക്കാം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.